ഇതിൽ ഞങ്ങൾക്ക് പ്രൊട്ടസ്റ്റ് ഉണ്ട് സാർ. എന്താ പ്രശ്നം? അവനെ ചെക്ക് ചെയ്യണം സാർ, ഇപ്പൊ തന്നെ ചെക്ക് ചെയ്യണം. എന്താ അതിന്റെ പ്രശ്നം? ദേഹത്തോട്ടുള്ള കളി വേണ്ട. ബഹളം ഉണ്ടാക്കല്ലേ കുട്ടികളെ. എന്താ പ്രശ്നം? ഇവനെ ടെസ്റ്റ് ചെയ്യണം സാർ. ഇവൻ മരുന്നടിച്ചിട്ടുണ്ട്. ഇല്ല സാറേ, ഇവൻ കള്ളം പറയുന്നു. നിർത്ത്. രണ്ടുപേരും നിർത്ത്. ഇവന്റെ വിജയത്തിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യണം. ഉത്തേജക മരുന്ന് ആരെങ്കിലും ഉപയോഗിച്ചായിട്ട് തെളിഞ്ഞാല് അവൻ പിന്നെ ഈ ഗ്രൗണ്ടിൽ കാൽകുത്തില്ല. ഈ വിവരം ഞാൻ പ്രിൻസിപ്പലിന് റിപ്പോർട്ട് ചെയ്യും. ഇവനെ പോലുള്ള ആളുകളാ ഈ സ്പോർട്സ് ഒക്കെ നശിപ്പിക്കുന്നത്. ലോകത്ത് നിരോധിച്ചിട്ടുള്ള മരുന്നുകൾ ഉപയോഗിച്ചാലുണ്ടാകുന്ന ദൂഷ്യഫലങ്ങളെ കുറിച്ച് നിനക്കൊക്കെ അറിയാവോ? മാരകമായ മരുന്നുകൾ ഉപയോഗിച്ച് നിന്റെയൊക്കെ ശരീരം പോകുന്ന പോട്ടെ, ബാക്കി കഴിവുള്ള ഈ കുട്ടികളുടെ ഭാവിയും കൂടിയാ നീയൊക്കെ ഇല്ലാതാക്കുന്നത്. നിങ്ങളൊന്ന് പുറത്തിറങ്ങി നിന്നേ. മിസ്റ്റർ ഹരീന്ദ്രൻ, ഒരു എക്സ്പെർട്ട് എന്ന നിലയിൽ നിങ്ങളുടെ അഭിപ്രായം? ഇതിന് ശിക്ഷിക്കല്ല വേണ്ടത്, മറിച്ച് ഉത്തേജക മരുന്നുകളുടെ ഉപയോഗത്തിനെതിരെ വ്യാപകമായ ഒരു ബോധവൽക്കരണമാണ് ആവശ്യം. ഉത്തേജക മരുന്നുകളുടെ ഉപയോഗം സാധാരണ നിലയിൽ കണ്ടുവരുന്നത് ദേശീയ അന്തർദേശീയ മത്സരങ്ങളിലാണ്. സംസ്ഥാന മീറ്റിൽ പങ്കെടുക്കാനുള്ള ഈ കോളേജിൻ്റെ ചെറിയ സെലക്ഷനിൽ ഇത് കടന്നുകൂടിയത് വലിയ മത്സരങ്ങളുടെ ഒരു ചെറിയ മാതൃകയായിട്ട് വേണം നാം കാണാൻ. ഫുഡ് സപ്ലിമെന്റുകളിലെ അനബോളിക് സ്റ്റിറോയിഡുകളുടെ അംശമാണ് ഇയാളുടെ ശരീരത്തിൽ നാം കണ്ടത്. എന്നുവെച്ചാൽ ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസിയായ നാഡയും ആഗോള ഏജൻസിയായ വാഡയും നിരോധിച്ച മരുന്നുകളാണിവ. ഈ ഉത്തേജക മരുന്നുകളുടെ പരിണതഫലം ഭാവിയിൽ ഇവരുടെ ആരോഗ്യത്തെ ദുർബലപ്പെടുത്തും, പ്രത്യേകിച്ചും വനിതകളിൽ. മെഡലുകൾ നേടിയെടുക്കാൻ കായിക താരങ്ങളും അവരുടെ പരിശീലകരും തെരഞ്ഞെടുക്കുന്ന ഈ നീചമായ കുറുക്കുവഴി പ്രസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും യശസ് കെടുത്തും. ഇതിവിടെ ഈ കോളേജിൽ വെച്ച് കണ്ടുപിടിച്ചത് നന്നായി, അല്ലെങ്കിൽ ഈ കോളേജിന് തന്നെ ഒരു നാണക്കേടായനെ. തൽക്കാലത്തേക്ക് ഞാൻ പ്രിൻസിനെ സസ്പെൻഡ് ചെയ്യാൻ പോവാ. നിന്നെ പ്രിൻസിപ്പൽ സസ്പെൻഡ് ചെയ്തു അല്ലേ? അതിന് കാരണക്കാരനാ ജോയ. മജീദ് ഭായ്, അവനെങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. ഇപ്പോഴൊന്ന് ഒടിച്ചു വിടണം, അല്ലെങ്കിൽ നാളെ അവൻ. അത് ശരിയാ. ഇന്ന് രാത്രി ഓപ്പറേഷൻ. മാറാ. എന്താണോ ഈ രാത്രിയിൽ? ആ മജീദും സംഘവും ഇന്ന് രാത്രി റാഗിങ്ങിനുള്ള പരിപാടി ഉണ്ട് കേട്ടാ. ഇവന്മാർക്ക് ഈ റാഗിങ്ങും അടിപൊളിയും ഒക്കെ ഒറ്റ തവണ നടത്തിയാ പോരെ? കഴിഞ്ഞ മാസത്തെ കേസും വഴക്കും ഇതുവരെ തീർന്നിട്ടില്ല. സാറ് എനിക്കൊരു ഐഡിയ. നീ ഇന്നാള് പറഞ്ഞ പോലെ എന്നെ കൊലക്ക് കൊടുക്കുന്ന ഐഡിയ വല്ലതും ആണോ? അല്ല, ഇത് മറ്റൊരു പുതിയ ഐഡിയ. പക്ഷേ സാറ് വേറെ കോളേജിലേക്ക് പറഞ്ഞു കൊടുത്താ സാറിന്റെ മൊത്തം ക്രെഡിറ്റ് പോകും. അതിപ്പോ രണ്ടായാലും പോകും. ആ, നീ ഐഡിയ പറ. ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് പരീക്ഷിക്കാം. നമ്മളിത് അറിഞ്ഞ സ്ഥിതിക്ക് പോലീസ് കമ്മീഷണർക്ക് നമ്മുടെ ഫോൺ വഴി ഒരു രഹസ്യ വാർത്ത ചോർത്തി കൊടുത്താലോ? താൻ എന്ത് മണ്ടത്തരോടെ ഈ പറയുന്നേ? അന്ന് സാറ് ഏറ്റെടുത്തോ? ഈ സ്പോർട്സ് മാമാർക്ക് എന്തിനും പറ്റിയാലേ നഷ്ടം മുഴുവനും സാറിനാ. നല്ല കോച്ച് എന്നുള്ള പേര് വേണമെങ്കിലേ നല്ല മിടുക്കന്മാരായ പയ്യന്മാര് വേണം. ദ്രോണാചാര്യ അവാർഡ്, പത്മശ്രീ, പത്മഭൂഷൺ ഇതൊക്കെ വേണമെങ്കിലേ ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ശരി, വാ നമുക്ക് അങ്ങോട്ട്. ഈ ക്രെഡിറ്റ് ഒന്നും എനിക്ക് വേണ്ട, സാർ എടുത്തത്. ഞാൻ പറ്റില്ല. അയ്യോ, പ്രിൻസേ, ചവിട്ടി തുറക്കടാ. എന്താടാ വാതിൽ തുറക്കാൻ ഇത്ര താമസം? എന്താടാ നിന്റെ പേര്? ദീപു. എണീക്കടാ. നീ പഠിക്കാനാണോ ഈ കോളേജ് ചേർന്നത്? അതെ. പ്രേം, ഇവനെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഇവൻ ഭാവിയിൽ വലിയ ആളാവാൻ സാധ്യതയുള്ളവനാ. എവിടെടാ നിങ്ങളുടെ മറ്റവൻ? ആരാ? ആ വരുത്തൻ. പറടാ. പുറത്തു പോയിരിക്കാം. ആ, രണ്ടുപേരും ഇറങ്ങ. എങ്ങോട്ടാ? ഉടനെ വരും, ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞ്. അയ്യോ, എനിക്ക് ബുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളതാ. അത് സാരമില്ല. എടാ പ്രിൻസേ, ഇവനെ ഒന്ന് സ്പെഷ്യൽ ട്യൂഷൻ മാസ്റ്റർ വെച്ച് നമുക്കൊന്ന് പഠിപ്പിക്കണം. വലിയ ആളാവേണ്ടവനല്ലേ? അതെ അതെ, വാടാ. വിടിയേട്ടാ, എങ്ങോട്ടാ? അലിച്ചേട്ടാ, എങ്ങോട്ടാ കൊണ്ടുവന്നേ? തള്ളുന്നെന്തിനാ? ഇവിടെ വാടാ. അപ്പുറത്തെ ജോ വരുമ്പോ പറയണം
പിറകിലെ റാഗിംഗ് സ്പോട്ടിൽ ഇവന്മാരുണ്ടെന്ന്. അവനവിടെ എത്തിയാലേ ഇവന്മാരെ നേരത്തെ വിടാൻ പറ്റൂ. വാടാ പ്രിൻസേ. നമുക്ക് പ്രിൻസിപ്പലിനെ ഫോൺ ചെയ്ത് അവരെ മജീദും ഗ്രൂപ്പും പിടിച്ചോണ്ടോ വിവരം പറഞ്ഞാലോ? വേണ്ട, അത് പിന്നെ നമുക്ക് കുഴപ്പമാവും. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പറഞ്ഞതിനാ സുമേഷിന്റെ കൈ തല്ലി ഓടിച്ചത്. വേണ്ട, ആവശ്യമില്ലാത്ത പുലിവാലിന് നമുക്ക് പോകണ്ട. എന്തായാലും ജോയെ വിവരം അറിയിക്കണം. എങ്ങനെ അറിയിക്കാനാ? വാ, പുറത്തെവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോ നോക്കാം. മറ്റവരിങ്ങോട്ട് വന്ന പ്രശ്നം. വാ. മതിയടാ നിന്റെ ചുറ്റല്. നിന്നോടല്ല, നീ പഠിക്കുന്ന ആളല്ലേ, പഠനം ഇടയ്ക്ക് വെച്ച് നിർത്താൻ പാടില്ല അല്ലേ മജീദ് ഭായ്? അതെ 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 അതെ, അവൻ പഠിക്കട്ടെ. കൂട്ടുകാരാ, നീ സിഗരറ്റ് വലിക്കോ? ഇല്ല. എന്താടാ? തമ്പാക്ക്, പാൻപരാഗ്? ഇല്ല ചേട്ടാ. പോട്ടെ, സ്മോൾ. അയ്യേ, അതുമില്ല. പാവം. ഇതിന്റെ ഒക്കെ ടേസ്റ്റ് അറിയാതെ നീ പിന്നെ എങ്ങനെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും? ദേ, ഇവരെ കണ്ട് പഠിക്കണം. എൻട്രൻസിന് 2ഉം 4ഉം റാങ്കുകാരാ. ഇവന്മാർ ഈ ക്യാമ്പസിൽ വരുമ്പോൾ മമ്മിയുടെയും ഡാഡിയുടെയും വിരൽ തുമ്പിൽ തൂങ്ങി വന്ന പഞ്ചപാവങ്ങളായിരുന്നു. ജീവിക്കുമ്പോൾ അടിച്ചു പൊളിച്ച് ജീവിക്കണം. അതുകൊണ്ട് എൻ്റെ മോൻ ഇതങ്ങ് വാങ്ങി വലി, ബാക്കി പിന്നാലെ വരും. വലിക്കടാ അങ്ങോട്ട്. ചുമ പുറത്തു വെക്കാൻ പാടില്ല, അതൊക്കെ. ഇനി മറ്റവന് കൂടെ. അയ്യോ, എനിക്ക് വേണ്ട ചേട്ടാ, ഞാൻ വലിക്കാറില്ല. പെട്ടെന്ന് വലിക്കേ, അല്ലെങ്കിൽ നിന്നെ വിട്ടിട്ട് ഞങ്ങള് 4ആയിട്ട് വലിക്കും. വലിക്കടാ. പേടിക്കണ്ട, ഇത് കിരീടാ. നിനക്കൊക്കെ ചാർത്താനുള്ള കിരീടം. വെക്കടാ കിരീടം. വേണ്ട ചേട്ടാ. അയ്യോ, വിട്. അയ്യോ, അയ്യോ, വേണ്ട ചേട്ടാ. അയ്യോ, വേണ്ട. മാറ്റൂ. പിടിച്ച് കേട്ടതാ. നീ വന്നോ? നിന്നെ തന്നെയാ ഞങ്ങൾ കാത്തിരുന്നത്. അനുവേ, ഏയ്, ഡോണ്ട് ടച്ച്. നോക്കി അത് റോക്കിന്റെ ആളാന്ന് തോന്നുന്നു. എന്താ പിള്ളേരെ ഇവിടെ പോയിക്കിട നടന്നാ നോക്ക്.